നമസ്കാരം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചൂടരുന്നത് സ്കൂൾ കലോത്സവത്തിലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കൂടെ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന ആയിഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനവും ഉൾപ്പെടെയുള്ള പ്രധാന വിശേഷങ്ങളാണ് ഇന്നത്തെ ബുള്ളറ്റിനിലുള്ളത്. ഒപ്പം കോഴിക്കോട് നഗരത്തെ ഭക്തിസാന്ദ്രമാക്കിയ നന്ദഗോവിന്ദ ഭജൻസ് ലൈവ് വിശേഷങ്ങളുമുണ്ട്. നോക്കാം പ്രൈം ടൈം അപ്ഡേറ്റ്സ്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ആയിഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം CPM-നെ ആശങ്കയിലാഴ്ത്തുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോഴിക്കോട് മുന്നിൽ. ഭക്തിലഹരിയിൽ കോഴിക്കോട് ആയിരങ്ങളെ സാക്ഷിയാക്കി നന്ദഗോവിന്ദ ഭജൻസ് ലൈവ് സമാപിച്ചു. അകമ്പടി പോകാൻ എക്സൈസ് ഉദ്യോഗസ്ഥർ. MR അജിത് കുമാറിന്റെ വിചിത്ര നിർദ്ദേശം തള്ളി മന്ത്രി. അണ്ടർ 19 ലോകകപ്പിന് തുടക്കം. ഇന്ത്യയും അമേരിക്കയും നേർക്കുനേർ. 3 മലയാളി താരങ്ങൾ കളത്തിൽ. വാർത്തകൾ വിശദമായി. മുൻ MLA ആയിഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത യോഗത്തിലാണ് ഈ നിരീക്ഷണം ഉണ്ടായത്. മുൻ MLA ആയിഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി വിലയിരുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പ്രത്യേക യോഗത്തിലാണ് ഈ ഗൗരവമായ നിരീക്ഷണം ഉണ്ടായത്. കൊട്ടാരക്കര മണ്ഡലത്തിൽ 3 തവണ MLA ആയിരുന്ന ആയിഷ പോറ്റിയെ പോലൊരു നേതാവ് മുന്നണി വിട്ടത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകുമെന്ന് യോഗം വിലയിരുത്തി. പാർട്ടിക്കുള്ളിലെ അവഗണനയാണ് തന്നെ മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്ന് ആയിഷ പോറ്റി ആരോപിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് CPM നേതൃത്വത്തിന്റെ മറുപടി. KPCC ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കോൺഗ്രസ് നേതൃത്വം അവരെ സ്വീകരിച്ചതോടെ കൊല്ലത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആവേശകരമായ പോരാട്ടം തുടരുകയാണ്. നിലവിൽ കോഴിക്കോട് ജില്ലയാണ് 1ാം സ്ഥാനത്തിൽ മുന്നേറുന്നത്. കോഴിക്കോടിന് തൊട്ട് പിന്നിലായി കണ്ണൂർ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്ത് തൃശ്ശൂരുമുണ്ട്. സാംസ്കാരിക നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ട് കൗമാര പ്രതിഭകളുടെ പോരാട്ടം 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോയിന്റ് നിലയിൽ വലിയ അട്ടിമറികളാണ് സംഭവിച്ചിരിക്കുന്നത്. നിലവിൽ വിവരപ്രകാരം 268 പോയിന്റുകളുമായി കോഴിക്കോട് ജില്ലയാണ് 1ാം സ്ഥാനത്ത് പടയോട്ടം തുടരുന്നത്. എന്നാൽ ആധിപത്യം ഉറപ്പിക്കാൻ കോഴിക്കോടിനെ വിടാതെ പിന്തുടരുകയാണ് കണ്ണൂർ. വെറും 2 പോയിന്റുകൾ മാത്രം വ്യത്യാസത്തിൽ, അതായത് 266 പോയിന്റുകളുമായി കണ്ണൂർ തൊട്ടു പിന്നാലെയുണ്ട്. ആതിഥേയരായ തൃശൂർ 264 പോയിന്റുമായി 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച് കിരീട പോരാട്ടത്തിൽ തങ്ങളും ഒട്ടും പിന്നിലോട്ടല്ലെന്ന് തെളിയിക്കുകയാണ്. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനത്തിലും അനുബന്ധ വേദികളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഒപ്പത്തിനൊപ്പം നിലനിൽക്കുന്ന പോയിന്റ് ഇപ്പോൾ ഓരോ മത്സരത്തിന്റെയും റിസൾട്ട് വരുംതോറും, ഫലങ്ങൾ പുറത്തു വരുംതോറും പോയിന്റ് നിലയിൽ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പോയിന്റ്സ് നിലയിൽ ഓരോ നിമിഷവും മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യത്തിൽ കലാകിരീടം ആരുയർത്തുമെന്ന ആകാംക്ഷയിലാണ് കലോത്സവ പ്രേമികൾ. അടുത്തു വരുന്ന വാർത്ത, കോഴിക്കോടിനെ ഭക്തിസാന്ദ്രമാക്കിയ നന്ദഗോവിന്ദം ഭജൻസ് ലൈവ് വൻ വിജയമായി മാറി എന്നാണ്. FI ഈവന്റ് സംഘടിപ്പിച്ച ഈ സംഗീത വിരുന്ന് കോഴിക്കോട് നഗരം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള പരിപാടികളൊന്നായി മാറി. ഇടവേള ബാബുവിന്റെ സംവിധാന മികവിലും രഞ്ജിത്ത് MPയുടെ നിർമ്മാണത്തിലും ഒരുങ്ങിയ ഈ സംഗീത സായാഹ്നം ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് ഒരു സ്വപ്ന സാക്ഷാത്കാരമായാണ് അനുഭവപ്പെട്ടത്. ഭക്തിയും സംഗീതവും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു അപൂർവ നിമിഷത്തിനാണ് കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. നന്ദഗോവിന്ദം ഭജൻസ് ലൈവ് കേവലം ഒരു സംഗീത പരിപാടി എന്നതിലുപരി കാണികളുടെ മനസ്സ് നിറച്ച ഒരു ആത്മീയ അനുഭവമായി മാറി. ഷോ ഡയറക്ടർ ഇടവേള ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ദൃശ്യവിരുന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും ഭക്തിയുടെ കൊടുമുടിയിൽ എത്തിച്ചു. ജഗദീശ്വരന്റെ അനുഗ്രഹവും പ്രകൃതിയുടെ തലോടലും ഒപ്പം കാണികളുടെ അകമഴിഞ്ഞ പിന്തുണയുമാണ് ഈ പരിപാടിയെ കോഴിക്കോട്ടെ ഏറ്റവും വലിയ ഇവന്റുകളിൽ ഒന്നാക്കി മാറ്റിയതെന്ന് പ്രൊഡ്യൂസർ രഞ്ജിത്ത് MP വ്യക്തമാക്കി. ലക്ഷ്യത്തിന്റെ ശുദ്ധി മാർഗങ്ങളെ തെളിയിക്കുമെന്ന വിശ്വാസം ഒരിക്കൽ കൂടി ഇവിടെ അടിവരയിടുകയാണ്. വരും ദിവസങ്ങളിലും ഈ വിജയത്തിന്റെ അലയൊലികൾ കോഴിക്കോടിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ നിലനിൽക്കുമെന്ന് ഉറപ്പാണ്. ഭക്തിയും സംഗീതവും ഇഴചേർന്ന ഈ സായാഹ്നം കോഴിക്കോടിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരേടായി മാറിയിരിക്കുകയാണ്. അടുത്ത വാർത്ത നോക്കിയാൽ എക്സൈസ് മന്ത്രി MP രാജേഷിന് എക്സൈസ് ഉദ്യോഗസ്ഥർ അകമ്പടി പോകണമെന്ന എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിന്റെ നിർദ്ദേശം വിവാദമാവുകയാണ്. ലഹരി പരിശോധനകൾ ഒഴിവാക്കി ഉദ്യോഗസ്ഥർ അകമ്പടി സേവിക്കണമെന്നായിരുന്നു കമ്മീഷണറുടെ വിചിത്രമായ ആവശ്യം.
സംസ്ഥാനത്ത് ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അത് തടയേണ്ട ഉദ്യോഗസ്ഥരെ മന്ത്രിയുടെ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നതിനുള്ള എക്സൈസ് കമ്മീഷണറുടെ നീക്കമാണ് വിവാദത്തിലായിരിക്കുന്നത്. മന്ത്രി MP രാജേഷ് പങ്കെടുക്കുന്ന പൊതുപരിപാടികളിലും യാത്രകളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ, ഇൻസ്പെക്ടർ റാങ്കിലുള്ളവർ തുടങ്ങിയവർ വാഹന അകമ്പടി സേവിക്കണമെന്നാണ് നിർദ്ദേശം. സാധാരണഗതിയിൽ പോലീസ് നിർവഹിക്കേണ്ട ഇത്തരം ചുമതലകൾ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെയുള്ള ആക്ഷേപം. ഉത്തരവില്ല എന്നുള്ളത് വ്യക്തമാണ്. കമ്മീഷണർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വാക്കാൽ നിർദ്ദേശവും കൊടുത്തിട്ടില്ല എന്നതാണ്. ഇപ്പൊ മന്ത്രിയായിട്ട് 3.5 വർഷമായി, ഇതുവരെ ഇല്ലാത്തത് 2 മാസം പ്രത്യേക എസ്കോർട്ടിന്റെ ആവശ്യം. പരിശോധനകൾക്കും റെയ്ഡുകൾക്കും പോകേണ്ട ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ VIP ഡ്യൂട്ടികൾക്കായി വിനിയോഗിക്കുന്നത് ലഹരി വിരുദ്ധ പോരാട്ടത്തെ ദുർബലമാക്കുമെന്നാണ് ഉയരുന്ന ഏറ്റവും പ്രധാനമായ വിമർശനം. മന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ചുമതലയാണെന്നിരിക്കെ എക്സൈസ് കമ്മീഷണറുടെ ഈ വിചിത്രമായ ആവശ്യം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് സൂചന. വിമർശനങ്ങൾ ഉയർന്നതോടെ കമ്മീഷണറുടെ നിർദ്ദേശം തള്ളിയ മന്ത്രിയുടെ നടപടി ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അണ്ടർ-19 ഏകദിന ലോകകപ്പിന് ആവേശകരമായ തുടക്കം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ അമേരിക്കയെ നേരിടുമ്പോൾ 2 ടീമുകളിലായി 3 മലയാളി താരങ്ങൾ അണിനിരക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അണ്ടർ-19 ഏകദിന ലോകകപ്പിന്റെ ആവേശകരമായ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടുന്നു. ഇരു ടീമുകളിലുമായി 3 മലയാളി താരങ്ങൾ അണിനിരക്കുന്നു എന്നതാണ് ഈ മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ നിരയിൽ ഓൾറൗണ്ടർ മുഹമ്മദ് ഇനാനും മധ്യനിര താരം ആരോൺ ജോർജും കളിക്കുമ്പോൾ അമേരിക്കൻ ടീമിനായി മലയാളി താരം അദ്വൈത് കൃഷ്ണയും പാടണിയുന്നു. ലോകവേദിയിലെ ഈ അപൂർവ മലയാളി സാന്നിധ്യം ക്രിക്കറ്റ് പ്രേമികൾക്ക് വലിയ ആവേശമാണ് പകരുന്നത്. ആദ്യ ബാറ്റ് ചെയ്ത അമേരിക്കയെ ഇന്ത്യൻ ബൗളർമാർ വരിഞ്ഞു മുറുകി. ഹെനിൽ പട്ടേലിന്റെ 5 വിക്കറ്റ് പ്രകടനത്തിന്റെ കരുത്തിൽ അമേരിക്കയെ വെറും 107 റൺസിന് പുറത്താക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ക്യാപ്റ്റൻ ആയുഷ് മാത്രയുടെയും വൈഭവ് സൂര്യവംശിയുടെയും ബാറ്റിംഗ് കരുത്തിൽ മികച്ച തുടക്കമാണ് ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് പോരാട്ടത്തിൽ വിജയത്തോടെ തുടക്കം കുറിക്കണമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. മലയാളി താരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കായിക പ്രേമികൾ. അങ്ങനെ ഇന്നത്തെ ഇതുവരെയുള്ള വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി നാളെ കാണാം.